വണ്ണാമല. ഈ എട്ടുകാലിയല്ലേ അതിന് വണ്ണാന്ന് പറയും. വണ്ണാൻ അങ്ങനെ പറയൂല കേട്ടോ. 8 കാലിക്ക് ഞാൻ വണ്ണാന്ന് വണ്ണാന്ന് പറഞ്ഞാൽ അതിന്റെ കാല് കുറയൊന്നുമില്ല. വണ്ണ ഇനി ഒരെണ്ണം കൂടി ഉണ്ടോ? കഴിഞ്ഞില്ല മക്കളെ. മടക്കി 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 പഴയതും പുതിയതും ഒക്കെ ഉണ്ട് കേട്ടോ. നാളെ പ്രിയപ്പെട്ട കല്യാണത്തിന്റെ ഡ്രസ്സ് കേട്ടോ. ഇതെന്റെ ഷർട്ട്. ബോണ്ട പാമ്പരി കോഴിക്കാൽ, ഫേവറേറ്റ് കോഴിക്കാലുണ്ട്. ഹായ്. അപ്പോൾ ഇതാ ഇന്ന് ഞായറാഴ്ച കേട്ടോ. അപ്പൊ ഞായറാഴ്ച എല്ലാവരും ഉള്ളതിനെ കൊണ്ട് കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാ. അപ്പൊ വീട്ടിലെ അവസ്ഥ എന്ന് വെച്ചാല് ഇതാണ്, കണ്ടില്ലേ, എല്ലാം കൂടെ വലിച്ച് ഇതിട്ട പോലെ ഉണ്ട്. കാരണം ഒരാഴ്ച നല്ല മഴ. ഇന്നിപ്പം കണ്ടില്ലേ മഴയൊന്നുമില്ലേ, നല്ല അടിപൊളി കാലാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വിചാരിച്ചു, എന്നാ ഏതായാലും ഒന്ന് എല്ലാവരും മക്കളും എല്ലാവരും ഉള്ളതിനെ കൊണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാന്നുള്ള പരിപാടിയിൽ. അപ്പോൾ ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ ചെയ്യണോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാവരും മക്കള് ഓരോ ബുക്കും അത് വെക്കുന്ന സ്ഥലമൊക്കെ ഒരു ക്ലീൻ ആക്കും. പിന്നെ അല്ലാത്ത സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാനും ചേട്ടനും എല്ലാവരും കൂടിയേ ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ വിചാരിച്ച ഏതായാലും നമ്മളൊന്ന് എന്ത് ചെയ്യുക, എല്ലാവരും കൂടി ക്ലീൻ ചെയ്യുക. നാളെ ഞായറാഴ്ചയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ അച്ഛൻ്റെ കൊടയാട്ടോ. ഇത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂല. അച്ഛൻ ഇപ്പോൾ ഒരു കൊല്ലായി, സെപ്റ്റംബർ ആയാൽ ഒരു കൊല്ലായി. അപ്പോൾ അച്ഛൻ്റെ കൊട ഇപ്പോൾ സൈഷേറിന് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ കൈവിടാത്തൊരു സാധനം എന്ന് പറയുന്നത് കൊടയേനും. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നമ്മളെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ എൻ്റെ പുത്രന്മാര് ഇരുന്നിട്ട് ചെയ്യുന്ന കണ്ടില്ലേ നിങ്ങള്, എന്ത് ഡീസൻ്റാ. നോക്കുന്നില്ല, തുണിപ്പീടിയില്ല, ഞാൻ പണി കിട്ടിയ മാറ്റിയാ നോക്ക്, കണ്ടില്ലേ. സിദ്ധുവിന്റെ അടിപൊളി ഡ്രസ്സല്ലോ. ഹായ്. ഇന്ന് ക്ലീനിങ് ഡേ കേട്ടോ. ക്ലീനിങ് ഡേ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒന്ന് മൊത്തത്തിലൊന്ന് എല്ലാം പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് കുറേ എല്ലാം. അപ്പോൾ സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് സമയം കിട്ടിയോണ്ട് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ശരിക്കും എന്തോ ഒരു മാതിരിയാട്ടെ. എന്തെന്നാ പറയാ, ഇന്ന് നല്ല വെയിലും ഉണ്ട്, കുഴപ്പമില്ലാത്ത. ഞങ്ങളിവിടെ വണ്ണാമ്പലാന്ന് പറയും. വണ്ണാമ്പല. ഈ എട്ടുകാലിയല്ലേ അതിന് വണ്ണാന്ന് പറയും. വണ്ണാൻ അങ്ങനെ പറയൂല കേട്ടോ. 8 കാലിക്ക് ഞാൻ വണ്ണാന്ന് പറഞ്ഞാൽ അതിന്റെ കാല് കുറയൊന്നുമില്ല. വണ്ണാൻ 8 കാലിന്റെ വലയില്ലേ, അതിന് വലിയ വണ്ണാമ്പലാന്ന്. വണ്ണാമ്പല മാറാല. ആ സാധനം തൂങ്ങി കിടന്നാല് വീട്ടില് ലക്ഷണക്കേടാന്നൊക്കെ പറയും. അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നത്. എന്താ വെച്ചാല് തുള്ളുമ്പോഴേ എന്തോ പോലെ ആയിരിക്കും. ഇങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോ അവിടെ നോക്കണ്ട, അത്യാവശ്യം എനിക്ക് തോന്നുന്നു വലിയതായിട്ടൊന്നുമില്ല. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അതെ. പിന്നെ ഇത് ഈ ഫോട്ടോയിലൊക്കെ ഫുള്ള് പൊടി പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതെ. ഇങ്ങനെ കുറേ സംഭവങ്ങൾ എല്ലാരും കൂടി ചേർത്ത് മക്കൾ അവിടെ ഓരോ ഡ്രസ്സും കാര്യമൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിനെ മൊത്തത്തിലുള്ള പരിപാടി നമ്മൾ ഏറ്റെടുക്കാന്ന് വെച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ ചുമരിലുള്ള നമ്മളെ മക്കൾസിന്റെ ഫോട്ടോസ്. ഇതെല്ലാം വെച്ചാല് ഇവിടെ നമ്മള് റോഡിന്റെ അടുത്തായതിനെ കൊണ്ടേ നല്ല പൊടിയാട്ടോ, നല്ലോണം പൊടി ഉണ്ടാവും ഫുള്ള്. സിദ്ധുവിനെ ആരെയും കണ്ടാലും വിചാരിക്കും പാവം. ഇതാ ഞാനിപ്പോ പറഞ്ഞൊരു ഉദാഹരണം. അത് നമുക്ക് ഒരു ഡ്രസ് ഉണ്ടെങ്കിലേ പഴയ തൈ കഴിഞ്ഞാൽ അത് തന്നെ എടുത്തിടൂല നമ്മള്. ഈ സാധനം ചോപ്പ് കളർ ടീഷർട്ട് ഇട്ട് പെട്ടെന്ന് മാറ്റിതാണ്. അതല്ല, അത് ഓനെ പറഞ്ഞ കാര്യമല്ല. എല്ലാവരും കൊണ്ട് എനിക്ക് ഇങ്ങനെ കരിമ്പൻ കുത്തിയും കൂടെ എറിയാനായിട്ടുണ്ടാവും. എന്നാലും അത് തന്നെ തിരുമ്പി എടുത്തിട്ട് തോർത്തൂലേ. അങ്ങനെ ഉണ്ട് ചില ഈ മാക്സി ഒക്കെ അങ്ങനെ തന്നെയാ, ഡ്രസ്സൊക്കെ. അതാണ് കുഞ്ഞു പറഞ്ഞ പോലെ ഇതൊന്നും ചെലവാ അങ്ങനെ തന്നെ നിക്കുന്നത്. ഇതിപ്പോ അത് തന്നെ ഇടൂ. കുഞ്ഞുന്റെ സിദ്ധുവിന്റെ ഒരേപോലത്തെ ജുബ്ബ എനിക്ക് ഉള്ളു. എടാ എനിക്ക് പറ്റൂല. ഇനി അത് കുഞ്ഞുനൊരു സിദ്ധുവിന് ഇതടാ. അത് വേറെ അമ്മ, അത് ഓന്റെ. ഇത് സിദ്ധുവിന്റെ. ഇതെന്റെയാ. ഇനി ഒരെണ്ണം കൂടി ഉണ്ടോ?
കുഞ്ഞു ഇങ്ങനെ തന്നെ ആ വേറെ ചോപ്പ് ഇതില് ജുബ്ബ ചോപ്പ് രണ്ടു വേറൊരു മൂന്ന് ജുബ്ബയില്ലേ ചോപ്പ് ദാ ഈ ഒരു ചോപ്പ് ദാ. വാവ് സൂപ്പർ. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു കേട്ടോ. കുഞ്ഞുന്റെ, സിദ്ധുവിന്റെ, ദേവുവിന്റെ അലമാര അടുത്ത ഇനി എന്നെ മടക്കിക്കാനുള്ളത്. ഇവിടെ ഒരു എന്റെ കഴിയാൻ ഏകദേശം അമ്മ മടക്കി വെച്ചതാ. ആ എന്റെ തന്നെ കാര്യമായിട്ട് എന്താ അറിയാ, ഈ ബെഡ്ഷീറ്റ് ഒന്നാമത് ഈ ജനൽമേലുള്ള ഈ സാധനല്ലേ ഈ വല പിടിച്ചടക്കുന്ന ആ ഭയങ്കര ഇതാട്ടോ. ഇവിടെ എനിക്ക് പറഞ്ഞു ഇവിടെ എത്ര വേഗം വരുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനം വന്ന് നിങ്ങളെ തോണ്ടി വെക്കും. പിന്നും ഉണ്ടാവും അവിടെ തന്നെ. അതേ വണ്ണാമല വണ്ണാമ്പല അല്ല മറല മറാലയോ മാറാല ഇവിടെ പറയാ മാറാല മറാല അതെന്താ മറാല അല്ല വണ്ണാച്ചെന്നറിയാ. 8 കാലിക്ക് ഇവല് വണ്ണാന്ന് പറയൂലേ. ഏച്ചി വണ്ണാച്ചൻ എന്തായാലും വല വല നിറച്ചു കമന്റ് ചെയ്താൽ മതി വണ്ണാച്ചൻ മലക്ക് അതെ അതെ. എന്നാലും ഞാൻ ഇന്നാളെ ആദ്യമായിട്ട് കേട്ടെ കോപ്പിന് പോകുകയാണ്. ആര് അങ്ങനെയും പോലെ വടകരക്കാര് പറയാ. നമ്മള് കല്യാണത്തിന് സിദ്ധു പറയാ സ്പൈഡർമാൻ. സ്പൈഡർമാന്റെ വല എന്നോ പറയാ. സിദ്ധാർത്ഥന്റെ എന്താ പറഞ്ഞാ, സിദ്ധാർത്ഥ നല്ല വൃത്തിയില്, സിദ്ധു നല്ല വൃത്തിയില് ക്ലീൻ ചെയ്യും. സിദ്ധുവിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ. എന്നാ പിന്നെ സിദ്ധു നല്ലോണം അടിച്ചു വാരും, നല്ല ക്ലീൻ ആക്കി മടക്കി വെക്കും അല്ലേ സിദ്ധു? നല്ല മോനാ, നല്ല മോളാ. നല്ലോണം കുരുത്തക്കേട് നല്ലോണം കുരുത്തക്കേട് കളിക്കൂല. മതിലിന്റെ മുകളിൽ നിന്ന് താഴെ ചാടൂല അല്ലേ? പൊക്കിക്കാളൂല, പേജ് പറിച്ചടിക്കാളൂല. കണക്ക് പേജില് ഓരോ പേജ് ഇങ്ങനെ പേജ് പറിച്ച് കാറുണ്ടാക്കൂല. പക്ഷെ ഓൻ ചെയ്യുന്ന ജോലിയല്ല കറക്റ്റാ കേട്ടോ. ഓൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നല്ല വൃത്തിയും ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ദേവ് ചെയ്താലും അങ്ങനെ തന്നെയാ. പിന്നെ 2 ആള് പോയിട്ട് പിന്നെ അടിച്ചു വാരേണ്ടി വരും, അതേ ഉള്ളൂ. ഇവിടെ ചോറിന്റെ പണിയെല്ലാം ഏകദേശം കഴിയാനായി കേട്ടോ. ഇന്നെന്നാ സ്പെഷ്യല്? മത്തി പൊരിച്ചേ, മത്തി കറി, മത്തി പൊരിച്ചതുണ്ട്, മുളകിട്ട്, മത്തി മുളകിട്ടുണ്ട്, പിന്നെ കൊഞ്ചൻ ചെമ്മീൻ കറി, ചെമ്മീൻ കറി. ചോറായില്ലേ? ചോറായി. ചോറിന്റെ പരിപാടി കഴിഞ്ഞത് ഏകദേശം. ഈ മത്തിയും കൂടി മുളകിട്ട് കഴിഞ്ഞാല് കഴിഞ്ഞില്ല മക്കളെ. മടക്കി 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 പഴയതും പുതിയതും ഒക്കെ ഉണ്ട് കേട്ടോ. കൊറേ നമ്മള് എറിയാൻ തോന്നാണ്ട് വെക്കുന്ന സ്വഭാവം ഉണ്ട്. സത്യായിട്ടും ഇടാലോ എന്ന് പറഞ്ഞിട്ടാ. ഇതെല്ലാം ഇതെങ്ങനെ ഇവിടെയൊക്കെ കീറിയതാണേ. ഇതൊക്കെ ശരിക്കും വീട്ടിൽ നിന്നോ ഒക്കെ അങ്ങ് ഇട്ടേക്കാം. എന്നാലും വേണ്ട, ഏടെങ്കിലും പോകുമ്പോ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചപ്പോ തുണിയാണെങ്കിൽ ഇവിടെ ഇപ്പൊ ഏടെയും കൊടുക്കാനും പറ്റൂല. ക്ലീനിങ് മൊത്തം ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിന്റെ ഇടയ്ക്ക് വിശന്നിട്ട് രാവിലെ ഒന്നും കഴിഞ്ഞിട്ടില്ല. മടക്കി വെക്കല് മാത്രമായിട്ടുള്ളൂ. ഇനി അതിന്റെ ഇടയ്ക്ക് ഇവർക്കൊന്ന് മുടി വെട്ടാൻ പോവാനുണ്ട്. മുടിയെല്ലാം വെട്ടി കഴിഞ്ഞ് ബാക്കിയെല്ലാം കൂടി പരിപാടി കഴിഞ്ഞിട്ട് ഇനി 5 മണിയായി, തീർന്നിട്ടില്ല കേട്ടോ. ഇതെല്ലാം എടുത്ത് പഴയ ചാക്കിലാക്കിയിട്ട് എടുത്ത് മുകളിൽ എവിടെയെങ്കിലും കെട്ടി വെക്കാൻ പോകുക. എല്ലാം വേണ്ടാത്ത കുറെ തുണികളാ. ഫുള്ളും വേം പൊടിയാവുന്നുണ്ട് അല്ലേ? അതിന്റെ സൈഡിലൊക്കെ ഉണ്ട്. നമ്മള് കഴിഞ്ഞ ആഴ്ചയില്ല അതിന്റെ മുന്നത്തെ ആഴ്ച നമ്മൾ ഇതിന്റെ സമയത്ത് ഒരു അലമാരയെല്ലാം കംപ്ലീറ്റ് സാധനം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെറ്റ് ചെയ്തിട്ടുള്ള ഡ്രസ്സെല്ലാം ഒക്കെ കറക്റ്റ് ആയിട്ട് അടക്കി വെച്ചിട്ടുള്ള നാളെ പ്രിയപ്പെട്ട കല്യാണത്തിന്റെ ഡ്രസ്സ് കേട്ടോ. ഇതെന്റെ ഷർട്ട്. മുണ്ടെല്ലാം പിന്നെ എടുത്ത്, സാരിയും ഞാൻ എടുത്ത്. പക്ഷെ ബ്ലൗസും ഇത് ഇട്ടിട്ടില്ല. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ തീരെ ഇട്ടിട്ടില്ല. ഇത് രണ്ടും ഷർട്ടും സൈസ് ഇട്ടിട്ടില്ല, ബ്ലൗസും ഇട്ടിട്ടില്ല. പക്ഷെ മുണ്ടും എടുത്തിട്ടുണ്ട്. ഇതാ ഒരുപാട് നേരത്തെ പരിശ്രമത്തിൽ സമയം നോക്കി നിങ്ങൾ ഇതാ 5:45 ഇങ്ങനെ നമ്മൾ ഏകദേശം എല്ലാം അടക്കി പെറുക്കി വെച്ച്
കുളിച്ചിട്ടൊന്നുമില്ല, രാവിലത്തെ അതേ കോലത്ത് തന്നെയാട്ടോ. കാണിച്ചു തരാം വൃത്തിയാക്കി വെച്ചത്. ഇതൊക്കെ ഒരു പണിയേനു കേട്ടോ, ഇടയ്ക്ക് പെറുക്കി വെക്കല്. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാ, കണ്ടില്ലേ? ഓ എന്ത് അങ്ങനെ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി കുറച്ചൊന്ന് മുറ്റമില്ല, റെസ്റ്റ് എടുക്കുക സതീഷേട്ടൻ. കഷ്ടപ്പെട്ട് പണിയെടുത്താൽ. അങ്ങനെ അവസാന മിനുക്ക് പണിയിലെത്തി. വിളക്കെത്തിക്കാനായി, സമയം ഏകദേശം 5:30 ആയി. ബോണ്ട, പാമ്പരി, കോഴിക്കാൽ, ഇവിടെ ഫേവറേറ്റ് കോഴിക്കാലുണ്ട്. സത്യം പറയാൻ ഭയങ്കരമായിട്ട് എന്തോ ക്ഷീണം പിടിച്ചതിൻ്റെ ഇത് എല്ലാവർക്കും ഉണ്ട്, അതിൻ്റെ വകയാണ്. ചായ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചായ വെച്ചില്ല, കടി മാത്രം. ഇനിയിപ്പോ കുളിക്കണോ, വിളക്ക് എത്തിക്കണം. അപ്പൊ ഇന്നത്തെ ചെറിയ 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 കലാപരിപാടികൾ ഇതായിരുന്നു. ഇനി അടുത്ത കലാപരിപാടികളുമായി വരുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.